പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂൺ മാസം 24 ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പം കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഇന്നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നടത്തിയത്. കരമുയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം അത്ഭുതകരമായി നടത്തിയതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തിയതിന് സ്തോത്രം, ആവശ്യങ്ങളിലൊക്കെ കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം, യഹോവ റാഫയായിരുന്നു സൗഖ്യത്തോടെ നടത്തിയതിന് സ്തോത്രം, യഹോവ അന്യസിയായിരുന്നു ജയത്തോടെ നടത്തിയതിന് സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ട് കർത്താവേ നന്ദിയോടെ സ്തോത്രം. രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചതിന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം. അങ്ങയുടെ സ്പെഷ്യൽ ഗ്രേസിൽ ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം. അങ്ങയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ അകത്ത് ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്നതിന് സ്തോത്രം. എല്ലാ നന്മകൾ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കുന്നതിന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. 104-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവേ അങ്ങേറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും കർത്താവ് ധരിച്ചിരിക്കുന്നു. ഹരമയോധി പറ, എൻ്റെ ദൈവമായ കർത്താവേ അങ്ങ് ഏറ്റവും വലിയവൻ. ഒന്നുകൂടെ പറഞ്ഞേ, അങ്ങ് ഏറ്റവും വലിയവൻ. യേശു അങ്ങ് ഏറ്റവും വലിയവൻ, അങ്ങ് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. 33-ാമത്തെ വാക്യം, എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. കരമുയർത്തി പറയാം, എൻ്റെ ജീവകാലം മുഴുവൻ ഞാൻ അങ്ങേ ഉയർത്തും, ഞാൻ ഉള്ളിടത്തോളം, എനിക്ക് ആയുസ്സുള്ളിടത്തോളം ഞാൻ കർത്താവിന് പാട്ട് പാടും. ഹല്ലേലൂയ. എൻ്റെ ധ്യാനം കർത്താവിന് പ്രസാദകരമായിരിക്കട്ടെ, ഞാൻ യഹോവയിൽ സന്തോഷിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊൻമുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു, ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നവനായ സ്തോത്രം ചെയ്തു. അങ്ങ് പറഞ്ഞ്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും, ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് നൽകും, മുട്ടുവീൻ തുറക്കപ്പെടും. ഇതെല്ലാം അങ്ങയുടെ വാഗ്ദത്തമാണ്. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ വലിയ മഹത്വം വ്യാപരിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, തന്നെ കുഞ്ഞുങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ അങ്ങ് വീണ്ടും നന്മ ചെയ്യുന്ന ദൈവമാണ്, അങ്ങ് വീണ്ടും അഭിവൃദ്ധി നൽകുന്ന ദൈവമാണ്, അങ്ങ് വീണ്ടും ആരോഗ്യം നൽകുന്ന ദൈവമാണ്. കർത്താവെ, എന്തെങ്കിലുമൊക്കെ നഷ്ടമായി പോയവർ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ വീണ്ടും അഭിവൃദ്ധി ഉണ്ടാകട്ടെ. സാമ്പത്തികമായി ഒരു കാലഘട്ടത്തിൽ നല്ല നിലയിൽ ജീവിച്ചിരുന്നവർ, സമൃദ്ധി ഉണ്ടായിരുന്നവർ ഇന്ന് സമൃദ്ധി നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് വീണ്ടും അഭിവൃദ്ധി ഉണ്ടാകട്ടെ, വീണ്ടും സന്തോഷമുണ്ടാകട്ടെ, വീണ്ടും സമാധാനമുണ്ടാകട്ടെ, വീണ്ടും ആരോഗ്യമുണ്ടാകട്ടെ, വീണ്ടും അവരുടെ ഭവനത്തിൽ അത് സ്വസ്ഥതയുണ്ടാകട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായി സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. നഷ്ടമായി പോയ ആരോഗ്യം മടങ്ങി വരട്ടെ, നഷ്ടമായി പോയ സന്തോഷം മടങ്ങി വരട്ടെ, നഷ്ടമായി പോയ സമാധാനം മടങ്ങി വരട്ടെ. അങ്ങയുടെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും മടങ്ങി വരുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അഡ്മിഷന് വേണ്ടി കർത്താവെ വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ അത്ഭുതങ്ങളെ നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയം എന്തു തന്നെയാണെങ്കിലും അതിനകത്ത് ഒരു ദൈവിക പ്രവൃത്തി കാണുവാൻ, ദൈവിക സമാധാനം കാണുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവരുടെ ഭവനത്തിനകത്ത് ആത്മീക അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടാകട്ടെ, ആത്മീക അന്തരീക്ഷത്തിൽ വളർച്ചയുണ്ടാകട്ടെ, ഇവരുടെ കുടുംബ പ്രാർത്ഥന ശക്തമാകട്ടെ, ഇവരുടെ വചന ധ്യാനം ശക്തമാകട്ടെ. കർത്താവേ, അങ്ങയോടുള്ള സ്നേഹം ഈ കുടുംബത്തിനകത്ത് വർദ്ധിക്കട്ടെ, അങ്ങയുടെ മഹത്വം ഈ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ബ്ലസ് ചെയ്യുന്നു.
പ്രത്യേകിച്ച് കർത്താവെ അങ്ങയുടെ വേല ഏറ്റവും ശ്രേഷ്ഠമായി നടക്കട്ടെ. ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ പ്രത്യേക മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണം, അസാധാരണമാക്കി തീർക്കണം, മഹത്തരമാക്കി തീർക്കണം. അങ്ങ് വൻ കാര്യങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചൊരിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ പ്രയർ മീറ്റിംഗ് ആരംഭിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുത്താൽ ആമേൻ, അത് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അനുഗ്രഹമായിരിക്കും. ഞാൻ ഒരു സീക്രട്ട് പറഞ്ഞുതരാം. ഏത് മീറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ അനുഗ്രഹം പ്രാർത്ഥനയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നതും നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോഴാണ്. നമ്മൾ മീറ്റിങ്ങിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി തീരും. നമ്മൾ ഓടിപ്പോയി ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതും നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി കർത്താവേ എന്നോട് ഇടപെടണമേ, അതെൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമ്മളത് പങ്കെടുക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വളരെ ശക്തമായിട്ട് പകൽക്കാലം പ്രാർത്ഥിക്കുക. വൈകിട്ട് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അല്പസമയം നിങ്ങൾ ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ ഇന്നത്തെ മീറ്റിംഗ് ഞങ്ങൾക്കും ലോകവ്യാപകമായി അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പങ്കെടുത്താൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുക. ഇന്ന് പ്രഭാതി പരിശുദ്ധന്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇതിനെ ദ ഗോൾഡൻ റൂൾ ഓഫ് ദ കിങ്ഡം ലിവിങ് എന്നാണ് പറയുന്നത്. ആമേൻ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു നിയമമാണ്. ദൈവരാജ്യത്തിൽ ജീവിക്കുമ്പോൾ സമാധാനപരമായും സന്തോഷകരമായും ജീവിപ്പാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് ഇത്. അതായത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കർത്താവ് പറയാൻ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇതാണ് ഗോൾഡൻ റൂൾ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ഏറ്റവും. അതായത് നിങ്ങൾ എനിക്ക് വേണ്ടി, എൻ്റെ ആഗ്രഹമാണ് കർത്താവ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് എല്ലാ രീതിയിലും അനുഗ്രഹമാകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇതാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. സിമ്പിൾ. നിങ്ങൾ എന്നെ നോക്കി ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ നോക്കി അങ്ങ് ചിരിക്കണം. ഹല്ലേലൂയ. അതായത് യേശു ഒരു ദിനം പ്രതിയുള്ള ജീവിതത്തിനെ ആമേൻ നമുക്കൊരു സിമ്പിൾ ആൻഡ് പവർഫുള്ളായ ഒരു പ്രിൻസിപ്പിൾ കർത്താവ് തരിക. ആമേൻ, നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ്, പ്രവർത്തിക്കുന്നതിന് മുമ്പ്, ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ്, ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതിന്, റെസ്പോണ്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പ് നമ്മളോട് തന്നെ ചോദിക്കുക, അവരെന്നോട് എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരെന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെന്നോട് എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെങ്ങനെ എന്നോട് റെസ്പോണ്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ എങ്ങനെ എന്നോട് പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ എന്ത് ചെയ്യണം? ആമേൻ, അങ്ങോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഇതെന്ന് പറയുന്ന ഒരു നല്ല സ്വഭാവമെന്ന് മാത്രമല്ല, ഇതൊരു ദൈവരാജ്യത്തിലെ അല്ലെങ്കിൽ ദൈവീക സ്വഭാവത്തിൻ്റെ റിഫ്ലക്ഷനാണ്. ഹല്ലേലൂയ. അപ്പം അതായത് കർത്താവിൻ്റെ രാജ്യം ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്നേഹത്തിലും ദയയിലും ബഹുമാനത്തിലും. അപ്പോൾ സ്നേഹം കാണിക്കണം, ദയ കാണിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം. അപ്പോൾ അവരെന്നോട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അങ്ങോട്ട് ചെയ്തു. ഈ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം എന്ന് പറയുന്നതും 6-ാം അധ്യായമൊക്കെ നമുക്കറിയാം, 5-ഉം ഒക്കെ ഗിരിപ്രഭാഷണമാണ്. അപ്പോൾ യേശു പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നു, മറ്റുള്ളവരെ വിധിക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു, നീതിയോടെ ജീവിക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു. എന്നിട്ട് കർത്താവ് സമ്മറൈസ് ചെയ്യുകയാണ്. ഇതിനകത്തെല്ലാം ഒന്നെന്ന് പറയുന്നത് നമ്മളെങ്ങനെ അവർ നമ്മളെ സ്നേഹിക്കണം, നമ്മളോട് എങ്ങനെ പ്രവർത്തിക്കണം, നമ്മളെ എങ്ങനെ കരുതണം എന്ന് നമ്മൾ എങ്ങനെ ആഗ്രഹിക്കുന്നു, അതുപോലെ നമ്മൾ അവരോട് പെരുമാറണമെന്നാണ് പറയുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാം ഈ സാധാരണ ടീച്ചിങ് അല്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ഹൃദയത്തിന് രൂപാന്തരം ഉണ്ടാകണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സോ നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പം നല്ല ശമരിയക്കാരൻ്റെ കഥ പഠിപ്പിക്കുമ്പോൾ അവിടെ യേശു എന്നാ കാണിച്ചത്? വചനം അറിയാവുന്നവരും ന്യായപ്രമാണം അറിയാവുന്നവരും ആരും ആ വഴിയിൽ കിടക്കുന്ന ആ കഷ്ടപ്പാട് അനുഭവിക്കുന്ന മനുഷ്യനെ സഹായിക്കാനില്ലാതെ നിന്നപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? നല്ല ശമരിയക്കാരൻ അദ്ദേഹത്തെ സഹായിച്ചു. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ, ദാവീദിന് ശൗലിനെ കൊല്ലുവാൻ പല പ്രാവശ്യം അവസരം കിട്ടിയപ്പോഴും ശൗല് ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ഓടി നടക്കുക. പക്ഷേ കൊല്ലുവാൻ നടക്കുന്നവനെ, ശത്രുവിനെ കയ്യിൽ കിട്ടിയപ്പോഴും ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് അദ്ദേഹത്തിന് ദോഷം ചെയ്തില്ല, ശൗലിന് ദോഷം ചെയ്തില്ല. കാരണം ദാവീദ് തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിൻ്റെ
ദൈവിക കരുണയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ദൈവിക സ്വഭാവത്തെ വെളിപ്പെടുത്തുവാനാണ് അദ്ദേഹം ശൗലിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരോടെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ഉണ്ടോ എന്നാണ് ചോദിച്ചു. നമുക്കറിയാം ദാവീദ് രാജാവായിട്ടിരിക്കുമ്പോൾ ദാവീദ് ചോദിക്കുക, ശൗലിൻ്റെ ഗ്രഹത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്ന ഇതാ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവർ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആദ്യം ചിരിക്കുക, സംസാരിക്കുക, നമ്മളാദ്യം. അപ്പോൾ നമ്മൾ പറയും പിന്നെ അതൊക്കെ കർത്താവിന് പറയാം. കർത്താവ് അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനതെല്ലാം സ്വീകരിക്കുക. പ്രിയപ്പെട്ടവർ, ഇതൊരു അനുഗ്രഹത്തിൻ്റെ ബേസാണ്. ഇതൊരു ഫൗണ്ടേഷൻ. നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്തേ. നിങ്ങളുടെ കമ്പനിയിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിലും നിങ്ങളുടെ അയൽവാസികളുടെ ഇടയിലും ഒക്കെ എന്ത് ചെയ്യണം? ഇത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. അവരെന്നോട് എങ്ങനെ ഇടപെടണം? നമ്മൾ പറയുന്നത്, അവർ നോക്കത്തില്ല, അവർ സംസാരിക്കത്തില്ല, അവർ തിരിഞ്ഞു നോക്കത്തില്ല, അവർ മിണ്ടത്തില്ല, ഇതൊക്കെ നമ്മൾ പറയും. എന്നാൽ നമ്മളത് പറയണം, അവരെന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അവരെനിക്ക് വേണ്ടി എന്നോട് എങ്ങനെ പ്രതികരിക്കണം, എന്നോട് എങ്ങനെ സംസാരിക്കണം, എന്നോട് സഹകരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ ഞാൻ അങ്ങോട്ട് ചെയ്യണമെന്നാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വളരെ ദയയോടെ സംസാരിക്കാൻ പഠിക്കുക കേട്ടോ. എങ്ങനെ സംസാരിക്കണം? ദയയോടെ സംസാരിക്കണം. അപ്പനോടായാലും അമ്മയോടായാലും സഹോദരങ്ങളോടായാലും പ്രിയപ്പെട്ടവരോടായാലും ദയയോടെ സംസാരിക്കുക. പെട്ടെന്ന് ക്ഷമിക്കുക. അതുപോലെ തന്നെ ഈ നമ്മളെ സഹകരണ മനോഭാവം നമുക്കുണ്ടാകണം. സഹകരണ മനോഭാവം. അതുപോലെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നോക്കിക്കണം സഹായിക്കാനായിട്ട്. യേശുവിനെ വെളിപ്പെടുത്തുക. നമ്മുടെ ഉദ്ദേശം ഇതായിരിക്കണം. യേശു ആയിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കും? അത് തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം എവിടാണെങ്കിലും ഇന്ന് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു ഗോൾഡൻ റൂളാണിത്. മനുഷ്യർ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചാലോ? കർത്താവേ, ഇന്ന് ഈ വചനം ഞങ്ങൾ കേട്ടു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരിക്കുവാൻ ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവൂടെ ഞങ്ങൾക്ക് തരണം, കൃപ തരണം, ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവിൻ ഞങ്ങളെ സഹായിക്കണം. മനുഷ്യർ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് അങ്ങോട്ട് ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കൂടെ അയച്ചു കൊടുക്കുക. ആമേൻ. കരങ്ങൾ ഉയർത്തി പറയാം, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി നന്മയും കണ്ണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി blessed, we are permanently blessed and highly favored. God bless you, God bless you, God bless you.